എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ശുഭദിനം ആശംസിക്കുന്നു. അതോടുകൂടി ദേവീ കൃപ ഉണ്ടാകട്ടെ എല്ലായ്പ്പോഴും എന്ന് ആശംസിക്കുന്നു. ദേവിയുടെ കൃപാകടാക്ഷം അനുസ്യൂതം നിങ്ങളിലേക്ക് പ്രവഹിക്കട്ടെ. എല്ലാവരും സമാധാനത്തോടെയും സന്തോഷത്തോടെയും കൂടി ഇരിക്കാൻ ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് 13-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വരി വരെയാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. 8-ാമത്തെ ശ്ലോകം വരെ. നമുക്കത് കഴിഞ്ഞ് ബാക്കി നോക്കാം. 8-ാമത്തെ ശ്ലോകത്തിൻ്റെ 2-ാമത്തെ വരി വരെ. അതായത് നമ്മൾ പറഞ്ഞു വെച്ചത് 7-ാമത്തെ ശ്ലോകത്തിൽ നദീതീരത്ത് തപസ്സിന് പോയ വൈശ്യനും സുരഥ മഹാരാജാവും അവിടെ ദേവിയുടെ ഒരു പുളിനെ ദേവ്യാഹ കൃത്വ മൂർത്തി മഹീമയും അർഹണാം ചക്രദുസ്തസ്യാഹ പുഷ്പധൂപാഗ്നി തർപ്പണൈഹി. ദേവിയുടെ മൂർത്തി ഉണ്ടാക്കി അവിടെ അവർ ഈ ദേവി സൂക്തം കൊണ്ട് ജപിച്ച് ദേവിയെ ദർശിക്കുന്നതിനായി, ദേവിയെ പ്രത്യക്ഷപ്പെടുത്തുന്നതിനായി അവർ വേണ്ട രീതിയിൽ അർച്ചന ചെയ്തു എന്നുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്, അല്ലേ? ഇനി അടുത്തത് നോക്കാം. നിരാഹാരൗ യഥാഹാരൗ തന്മനസ്കൗ സമാഹിതൗ ദദുദുസ്തൗ ബലിം ചൈവ നിജഗാത്രാസൃഗുക്ഷിതം. അപ്പോൾ നിരാഹാരവും എന്ന് പറഞ്ഞാൽ നിരാഹാരരായിട്ട്, നിരാഹാരം എന്ന് പറഞ്ഞാൽ ഇല്ല, നിഹി ആഹാരമാണ് നിരാഹാരം. ആ വിസർഗം വരുമ്പോഴാണ് കൂട്ടി എഴുതുമ്പോൾ നിരാഹാരം എന്ന് പറയുന്നത്. നിരാഹാരവും യഥാഹാരവും എന്ന് പറഞ്ഞാലോ അല്പാഹാരമായിട്ട് വളരെ കുറച്ച് മാത്രം ഭക്ഷിച്ച്. നിരാഹാരം എന്ന് പറഞ്ഞാൽ ഒട്ടും ആഹാരം ഇല്ലാതെ, യഥാഹാരം എന്ന് പറഞ്ഞാൽ അല്പം മാത്രം ഭക്ഷിച്ച്. ആദ്യം അവർ പെട്ടെന്ന് തന്നെ നിരാഹാരന്മാരായില്ല, അതായത് കുറച്ച് മാത്രം ഭക്ഷിച്ചു. പിന്നെ അവർ ഒട്ടും തന്നെ ആഹാരം ഇല്ലാത്തവരായി. തന്മനസ്കൗ എന്ന് പറഞ്ഞാൽ മനസ്കൗ എന്ന് പറഞ്ഞാൽ ദേവി തന്നെ മനസ്സിനെ ഉറപ്പിച്ച് ആ ഏകാഗ്രചിത്തരായിട്ട് അവരുടെ മനസ്സിൽ വേറെ ഒരു ചിന്തയും ഉണ്ടായിരുന്നില്ല, ദേവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സമാഹിതൗ എന്ന് പറഞ്ഞാൽ എല്ലാം ദേവിയിൽ സമർപ്പിച്ച് ഇന്ദ്രിയങ്ങളെയെല്ലാം അടക്കി ആ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയാം, കർമ്മേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, ആ ഇന്ദ്രിയങ്ങളെല്ലാം വരും. അതായത് സർവ്വചേഷ്ട. കർമ്മേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾ ചെയ്യുന്നതാണ്. ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ അറിയാനും കാണാനും കേൾക്കാനും രുചി അറിയാനും അതുപോലെ ഗന്ധം അറിയാനും ഈ പഞ്ചേന്ദ്രിയങ്ങൾ. ആ കർമ്മേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ കൈകാലുകൾ, അതുപോലെ പ്രവൃത്തി ചെയ്യാനുള്ള ഇതെല്ലാം അടക്കി വെച്ചിട്ട് ബലിം ദദതു ച ഏവ തങ്ങളുടെ അതായത് അതായത് ഉപഹാരത്തെ ദാനം ചെയ്തു എന്നാണ്. ബലിം ദദതു ബലി കൊടുത്തു എന്നാണ്. എന്താണ് ബലി കൊടുത്തതെന്ന് നോക്കാം നമുക്ക്. നിജഗാത്ര സൃഗുക്ഷിതം. നിജഗാത്രം എന്ന് പറഞ്ഞാൽ സ്വന്തം ഗാത്രം, സ്വന്തം ശരീരം. സൃഗുക്ഷിതം അതായത് സൃഗുക്ഷിതം എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരത്തിലെ ചോര കൊണ്ട് നനയ്ക്കപ്പെട്ട ആ ഉപഹാരം. എന്തുപഹാരമാണെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ആ രക്തത്തെ അവർ പ്രോഷണം ചെയ്തു എന്നാണ്. അതായത് രക്തത്തുള്ളികൾ എടുത്ത് പ്രോഷണം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുടയില്ലേ, നമ്മൾ വെള്ളം കുടയുന്നതിനാണ്, തളിക്കുന്നതിനാണ് പ്രോഷണം ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഇവിടെ സൃഗുക്ഷിതം എന്ന് പറഞ്ഞിരിക്കുന്നത് ചോര കൊണ്ട് നനയ്ക്കപ്പെട്ട ഉപഹാരം എന്ന് പറഞ്ഞാൽ ചോരത്തുള്ളികൾ ഇങ്ങനെ ആ ഹോമാഗ്നിയിലേക്ക് വീഴ്ചു എന്ന് മനസ്സിലാക്കാം നമുക്ക്. അപ്പോൾ ആഹാരത്തെ ആദ്യം അവർ ചുരുക്കി എന്ന് പറഞ്ഞാൽ യഥാഹാരവും അല്പാഹാരമാക്കി, പിന്നീട് നിരാഹാരവും എന്ന് പറഞ്ഞാൽ തീരെ ഉപേക്ഷിച്ചു. പിന്നെ തന്മനസ്കവും അതായത് ദേവിയിൽ തന്നെ മനസ്സിനെ ലയിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് സമാഹിതവും എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെയെല്ലാം അടക്കി, അതായത് എല്ലാ ആഗ്രഹങ്ങളെ ഉപേക്ഷിച്ചു, പ്രവൃത്തികളെ ഉപേക്ഷിച്ചു. ഒറ്റ ചേഷ്ടയേ ഉള്ളൂ ദേവിയെ പൂജിക്കുക എന്നുള്ള. കർമ്മേന്ദ്രിയങ്ങൾക്ക് ഒറ്റ പ്രവൃത്തിയേ ഉള്ളൂ, ഒറ്റ ആക്ഷനേ ഉള്ളൂ, ദേവിയുടെ പൂജ അർച്ചന. അതാണ് ഇപ്പോൾ അവർ ബലിം ദദതു ച ഏവ നിജഗാത്ര സൃഗുക്ഷിതം. തങ്ങളുടെ ശരീരത്തിലെ ആ ചോരത്തുള്ളികൾ കൊണ്ട് ദേവിക്ക് ഉപഹാരം ദാനം ചെയ്തു എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവർ ഈ ബ്രാഹ്മണരാണെങ്കിൽ അങ്ങനെ ചെയ്യത്തില്ല, ചോര കൊണ്ടൊന്നും. ഇവർ ഒരാൾ ക്ഷത്രിയനാണ്, ഒരാൾ വൈശ്യനാണ്. രാജാവ് ക്ഷത്രിയ വർഗത്തിലും അതുപോലെ തന്നെ വൈശ്യൻ ശൂദ്രവംശമാണ്. ശൂദ്രൻ വൈശ്യൻ, അതായത് ശൂദ്രൻ അതിൻ്റെ താഴെയാണ് വൈശ്യൻ എന്ന് പറയുന്നത്. കച്ചവടം ചെയ്യുന്നവരെയല്ലേ അന്ന് വൈശ്യരെന്ന് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഇവിടെ ബ്രാഹ്മണന്മാരല്ലാത്തത് കൊണ്ട് ഈ രക്തം കൊണ്ട് ബലി കൊടുക്കുന്നത് തെറ്റായിട്ട് അന്ന് ഗണിക്കപ്പെട്ടിരുന്നില്ല. അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തത്. പിന്നെ ഈ ഹവിസ് മുതലായ അതായത് ഹോമം ചെയ്യുമ്പോൾ ഇങ്ങനെ അഗ്നിയിലേക്ക് സമർപ്പിക്കുന്നതിനാണല്ലോ. അവിടുന്ന് പിന്നീട് ക്രമേണ രക്തത്തിൻ്റെ സ്ഥാനത്ത് ഫലമൂലങ്ങളും അതുപോലെ മറ്റുള്ള സാധനങ്ങളൊക്കെ ആയിട്ടാണ് ഹവിസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആ ഹോമം ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് ഹവിസ് എന്ന് പറയുന്നത്. അതായത് മനസ്സ്, കണ്ണ്, മൂക്ക്, അതുപോലെ നാക്ക്,
സ്പർശ, അതായത് ത്വക്ക്, ഇതാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ ഗുരു ഉപദേശിച്ച, അതായത് മഹർഷി പറഞ്ഞു ഇവരോട് ഉപദേശം കൊടുത്തത് എന്താണ്? നിങ്ങൾ ദേവിയെ ശരണം പ്രാപിക്കുക, ഏകാഗ്രചിത്തരായിട്ട് ശരണം പ്രാപിച്ചാൽ നിങ്ങൾക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഈ ലോകത്തിലും അതായത് മരിച്ചു കഴിഞ്ഞ് സ്വർഗ്ഗലോകത്തിലും എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടുമെന്ന് പറഞ്ഞതനുസരിച്ചാണ് അവർ തപസ് ചെയ്യാൻ വന്നത്. അപ്പോൾ അവർ ശരിക്കും ആദ്യം ആഹാരം കുറച്ചു, പിന്നീട് ആഹാരം വേണ്ട, നിരാഹാരരായി. അത് കഴിഞ്ഞിട്ടാണ് അവർ ദേവിയുടെ പ്രതിമയുണ്ടാക്കി, മൂർത്തി ഉണ്ടാക്കി, ദേവിയിൽ തന്നെ മനസ്സർപ്പിച്ച് തങ്ങളുടെ ശരീരത്തിലെ ആ ചോര കൊണ്ട് തന്നെ ഉപഹാരത്തെ പ്രദാനം ചെയ്തത് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി അടുത്തത് ബലിം എന്ന് പറഞ്ഞതുകൊണ്ട് ശരീരത്തിൽ നിന്നുണ്ടായ രക്തമാകുന്ന രക്തചന്ദനം ദേവിക്ക് പ്രിയമാണല്ലോ, അതാണെന്നും വേണമെങ്കിൽ ആ ദേവിക്ക് ലേപനം ചെയ്തു എന്ന് വേണമെങ്കിലും നമുക്ക് അർത്ഥമാക്കാം. അങ്ങനെ ആകാനും വഴിയുണ്ട്. അതായത് രക്തചന്ദനം നമ്മൾ കുങ്കുമാതി ലേപനമൊക്കെ ചെയ്യുന്ന പോലെ ദേവിക്ക് ആ മൂർത്തിയിൽ ലേപനം ചെയ്തു എന്ന് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി അടുത്തത് നമുക്ക് നോക്കാം, 10ാമത്തെ ശ്ലോകം. ഏവം സമാരാധയതോ സ്ത്രിഭിർവർഷൈര്യതാത്മനോഃ പരിതുഷ്ട ജഗദ്ധാത്രീ പ്രത്യക്ഷം പ്രാഹചണ്ഡിക. ഏവം സമാരാധയതോ ത്രിഭിർവർഷൈര്യതാത്മനോഃ എന്ന് പറഞ്ഞാൽ ഏവം ഇപ്രകാരം സമാരാധയതോ വഴി പോലെ, അതായത് സമ്യക്കായ രീതിയിൽ, ശരിയായ വിധത്തിൽ, വേണ്ട രീതിയിൽ ആരാധന ചെയ്തു. യഥാത്മനോഹോ ആ ഇന്ദ്രിയങ്ങളെയെല്ലാം ജയിച്ച ഏകാഗ്രചിത്തരായ അവർക്ക് ത്രിഭിഹി വർഷൈ 3 വർഷങ്ങൾ കൊണ്ട് ജഗദ്ധാത്രി ചണ്ഡിക പരിതുഷ്ട ജഗദ്ധാത്രി, അതായത് ചണ്ഡികാദേവി പരിതുഷ്ട എന്ന് പറഞ്ഞാൽ അതിപ്രസന്നയായി, അതിപ്രീതയായി, വളരെയധികം പ്രീതയായിട്ട് പ്രത്യക്ഷം പ്രാഹചണ്ഡിക പ്രത്യക്ഷപ്പെട്ടു. പ്രാഹ എന്ന് പറഞ്ഞാൽ പറഞ്ഞു, ചണ്ഡികാദേവി. അങ്ങനെ വഴി പോലെ ഇവർ വൈശ്യനും ഈ സുരഥ മഹാരാജാവും ആരാധിച്ചതിൽ പ്രസന്നയായ ദേവി, അതിപ്രസന്നയായ ദേവി ആ ഇന്ദ്രിയങ്ങളെ ജയിച്ച അവർക്ക് 3 വർഷങ്ങൾ കൊണ്ട് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് അവരോട് ഇങ്ങനെ പറഞ്ഞു. ഇനി അപ്പോൾ ദേവി പറഞ്ഞു എന്നായിരിക്കുമല്ലോ. ഇനി ചണ്ഡികാദേവി ജഗദ്ധാത്രിയാണല്ലേ, അതുകൊണ്ടാണ് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. അങ്ങനെ ഘോര തപസ്സുകൊണ്ടാണ് ദേവിയെ പ്രത്യക്ഷപ്പെടുത്തിയത്. ഇനി ആഹാരമില്ലാതെ 3 വർഷം ഇരുന്നു എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. ഇനി ദേവി പറയുന്നതാണ്, ദേവി വാച 685ാമത്തെ ഉവാച മന്ത്രമാണത്. അപ്പം അതിനെ ഒരു മന്ത്രമായിട്ടാണ് ഗണിച്ചിരിക്കുന്നത്. യത് പ്രാധ്യതേ ത്വയാ ഭൂപ ത്വയാ ച കുലനന്ദന മത്തസ്തത് പ്രാപ്യതാം സർവം പരിതുഷ്ട ദദാമി വാം. യത് പ്രാധ്യതേ ത്വയാ ഭൂപ ത്വയാ ച കുലനന്ദന മത്തസ്തത് പ്രാപ്യതാം സർവം പരിതുഷ്ട ദദാമി വാം. അപ്പോൾ ഇങ്ങനെയാണ് ദേവി പറഞ്ഞു, ദേവി വാച ദേവി പറഞ്ഞു, ഭൂപ അല്ലയോ രാജാവേ, ത്വയാ എന്ന് പറഞ്ഞാൽ നിന്നാലും, ഇവിടെ രാജാവിനാലും, കുലനന്ദനൻ എന്ന് പറഞ്ഞിരിക്കുന്ന വൈശ്യനെയാണ്. വൈശ്യ അല്ലയോ വൈശ്യ, ത്വയാ ച നിന്നാലും, ഭവാനാലും എന്നാണ് കേട്ടോ. ഭവാനാലും അല്ലെങ്കിൽ നിന്നാൽ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ബഹുമാനത്തോടു കൂടി ഭവാനാലും, രാജാവേ രാജാവിനാലും, വൈശ്യനാലും, യത് പ്രാധ്യതേ എന്താണോ പ്രാർത്ഥിച്ചത്, തത്സർവം അതെല്ലാം, മത്തഃ പ്രാപ്യതാം എന്നിൽ നിന്ന് പ്രാപിച്ചുകൊള്ളുക. ദേവി പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ്, അല്ലയോ രാജാവേ, അല്ലയോ വൈശ്യ, നിങ്ങൾ രണ്ടുപേരും എന്ത് വേണമെന്നാണോ പ്രാർത്ഥിച്ചത് അതെല്ലാം, യത് സർവം യത് പ്രാധ്യതേ തത്സർവം. യത് പ്രാധ്യത എന്ന് പറഞ്ഞാൽ എന്ത് പ്രാർത്ഥിച്ചുവോ, ഏതേത് കാര്യങ്ങളെല്ലാം പ്രാർത്ഥിച്ചുവോ, തത്സർവം അതെല്ലാം മത്തഃ പ്രാപ്യത. മത്തഃ എന്ന് പറഞ്ഞാൽ എന്നിൽ നിന്ന് പ്രാപിച്ചുകൊള്ളുക, പ്രാപിക്കാം, നിങ്ങൾക്ക് പ്രാപിക്കാം. അതായത് ഞാൻ വരം നൽകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്, നിങ്ങൾക്കത് സ്വീകരിക്കാമെന്ന്. പരിതുഷ്ട ഞാൻ സന്തോഷിച്ചിട്ട്, പ്രീതയായിട്ട്, വാം ദദാമി നിങ്ങൾ രണ്ടുപേർക്കും തരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വരത്തെ നൽകുന്നുണ്ട് എന്ന് അവരോട് രണ്ടുപേരോടും പറയുകയാണ്. ഞാൻ സന്തുഷ്ടയാണ്, നിങ്ങൾക്ക് രണ്ടുപേർക്കും, ക്ഷത്രിയൻ വൈശ്യനുമായിരിക്കുന്ന നിങ്ങൾക്ക് രണ്ടുപേർക്കും തരുന്നുമുണ്ട് എന്ന്. ദദാമി തത് എന്ന് പറഞ്ഞാൽ ഞാൻ തരുന്നുണ്ട് എന്നാണ്. ഇനി ഇന്നോട് നോക്കാം. യത് പ്രാധ്യതേ ത്വയാ ഭൂപ ത്വയാ ചകുലനന്ദന മത്തസ്തത് പ്രാപ്യതാം സർവം പരിതുഷ്ടാ ദദാമി വാം.
ഇനി അടുത്തത് മാർക്കണ്ഡേയ ഉവാചയാണ്. മാർക്കണ്ഡേയ ഉവാച എന്ന് പറഞ്ഞാൽ മാർക്കണ്ഡേയ മുനി പറഞ്ഞു, തതോ വവ്രേ നൃപോ രാജ്യമവിഭ്രംശന്യജന്മനി അത്രാപി ച നിജം രാജ്യം ഹതശത്രുബലം ബലാത്. തതോ വവ്രേ നൃപോ എന്ന് പറഞ്ഞാൽ വവ്രേ എന്ന് പറഞ്ഞാൽ വരിച്ചു എന്നാണ്. വരിച്ചു എന്ന് പറഞ്ഞാൽ സ്വീകരിച്ചു എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. അത് മനസ്സിലാകും പറയുമ്പോൾ. തതഃ നൃപ, തതോ വവ്രേ നൃപോ എന്ന് പറഞ്ഞാൽ നൃപഃ, തതഃ അനന്തരം ആ രാജാവ് രാജ്യം അവിഭ്രംശന്യജന്മനി, രാജാവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? എല്ലാവരും നിരാകരിക്കപ്പെട്ട് രാജ്യമൊക്കെ നഷ്ടപ്പെട്ട് ദുഃഖിതരായിരിക്കുന്ന അവസ്ഥയിലല്ലേ സുമേധസ് മഹർഷിയെ കാണുന്നത്. അപ്പോൾ ഇവിടെ മാർക്കണ്ഡേയ ഉവാച എന്ന് പറഞ്ഞാൽ മാർക്കണ്ഡേയ മുനി പറഞ്ഞു, അതായത് തതോ വവ്രേ നൃപോ രാജ്യം അവിഭ്രംശന്യജന്മനി എന്ന് പറഞ്ഞാൽ തതഃ നൃപഃ അനന്തരം ആ രാജാവ് അന്യജന്മനി രാജ്യം അവിഭ്രംശന്യജന്മനി എന്നാണ്. അന്യജന്മനി എന്ന് പറഞ്ഞാൽ അടുത്ത ജന്മത്തിലും, അവിഭ്രംശി രാജ്യം കൈവിട്ടു പോകാത്ത രാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ കൈവിട്ടു പോയില്ലേ രാജ്യം, രാജാവിന് രാജ്യം ഇല്ലല്ലോ കൈവശം. അപ്പോൾ അടുത്ത ജന്മത്തിലും കൈവിട്ടു പോകാത്ത രാജ്യവും അത്ര അപി ഈ ജന്മത്തിലും ബലാത് ഹതശത്രുബലം ഹനിക്കപ്പെട്ട ശത്രു സൈന്യങ്ങളോടുകൂടിയ നിജം രാജ്യം ച വവ്രേ എന്ന് പറഞ്ഞാൽ തൻ്റെ രാജ്യത്തെയും വരിച്ചു എന്ന് പറഞ്ഞാൽ തൻ്റെ രാജ്യത്തെയും സ്വീകരിച്ചു. അപ്പോൾ നഷ്ടപ്പെട്ടതെല്ലാം ദേവി തിരിച്ച് കൊടുത്തു എന്ന് സാരം. അനന്തരം മാർക്കണ്ഡേയ മുനി ഇങ്ങനെ പറയുകയായിരുന്നു, രാജ്യം ദേവി പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, എന്താണോ നിങ്ങൾ പ്രാർത്ഥിച്ചത് അതെല്ലാം നിങ്ങൾക്ക് തരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ ഈ ശ്ലോകത്തിൽ പറഞ്ഞു, തതോ വ്രേ നൃപോ രാജ്യം അഭിഭ്രംശന്യജന്മനി അത്രാപി ച നിജം രാജ്യം ഹതശത്രുബലം ബലാത് എന്ന് പറഞ്ഞു. അതായത് നഷ്ടപ്പെട്ട രാജ്യവും ആ ഹനിക്കപ്പെട്ട ശത്രു സൈന്യങ്ങളോടുകൂടിയ തൻ്റെ രാജ്യത്തെയും സ്വീകരിച്ചു അല്ലെങ്കിൽ ലഭിച്ചു എന്ന് പറഞ്ഞാൽ അതായിരിക്കുമല്ലോ രാജാവ് പ്രാർത്ഥിച്ചത്. എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടണം, എൻ്റെ സർവശ്രേയസ്സും തിരിച്ചു കിട്ടണം, സർവ്വ ഐശ്വര്യങ്ങളും തിരിച്ചു കിട്ടണം എന്നായിരിക്കുമല്ലോ പ്രാർത്ഥിക്കപ്പെട്ടത്. അപ്പോൾ ദേവിയുടെ അനുഗ്രഹത്താൽ തൻ്റെ ആ ബലം കൊണ്ടുണ്ടായ എല്ലാ ശത്രുബലത്തോടു കൂടിയ സ്വരാജ്യ, ഇപ്പോൾ ആരാണ് ഭരിക്കുന്നത് രാജ്യത്തിൽ? സുരഥ മഹാരാജാവിൻ്റെ രാജ്യത്തിലെ ശത്രുക്കളല്ലേ. അപ്പോൾ ആ മഹാരാജാവിന് അടുത്ത ജന്മത്തിലും നഷ്ടപ്പെട്ടു പോയില്ല രാജാവിൻ്റെ കയ്യിൽ നിന്ന്. അതുപോലെ ഈ ജന്മത്തിൽ തൻ്റെ ആ ബലഹീനത നിമിത്തം നഷ്ടപ്പെട്ടു പോയ രാജ്യത്തെയും ആ ശത്രുവിൻ്റെ രാജ്യത്തെ സഹിതം എന്നാണ്, തൻ്റെ ബലം നിമിത്തം നശിപ്പിക്കപ്പെട്ട ശത്രുബലത്തോടുകൂടിയ രാജ്യത്തെയും സ്വീകരിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വരാൻ പോകുന്ന ജന്മത്തിലും കൈവിട്ടു പോകാത്ത അതായത് ഐശ്വര്യങ്ങളൊന്നും അടുത്ത ജന്മത്തിലും കൈവിട്ടു പോവില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി സോപി വൈശ്യസ്തോ ജ്ഞാനം വവ്രേ നിർവിണ്ണമാനസഃ. സോപി എന്ന് പറഞ്ഞാൽ സഹ അപി ആ വൈശ്യനും എന്നാണ്. തഥ നിർവിണ്ണ മാനസഃ, നമ്മൾ നിർവിണ്ണ എന്നുള്ള വാക്ക് പഠിച്ചതാണ്, ദുഃഖിതൻ. അതായത് ആ വൈശ്യനും ദുഃഖിതനായിരുന്നല്ലോ എല്ലാം നഷ്ടപ്പെട്ടതിൽ. അനന്തരം ഈ ദുഃഖിതനായിരിക്കുന്ന ദുഃഖചിത്തനായിരിക്കുന്ന ദുഃഖത്തോടു കൂടിയിരിക്കുന്ന ആ വൈശ്യനും പ്രാജ്ഞഃ സഹ വൈശ്യാഭി ആ പ്രാജ്ഞനായിരിക്കുന്ന വൈശ്യനും എന്നാണ്. വിരക്തചിത്തനും ബുദ്ധിമാനും, പ്രാജ്ഞൻ എന്ന് പറഞ്ഞാൽ അറിവുള്ളവനെന്നാണ് കേട്ടോ, ബുദ്ധിമാനായ വൈശ്യനും എന്നെന്നും, അതായത് തൻ്റെ വൈശ്യനെ എങ്ങനെയായിരുന്നു സ്വത്തിന് വേണ്ടിയിട്ട്, അതായത് ധനങ്ങളൊക്കെ ദാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഭാര്യമാരും പുത്രന്മാരും കൂടി അദ്ദേഹത്തിൻ്റെ ധനമെല്ലാം തട്ടിപ്പറിച്ച് അദ്ദേഹത്തെ ഓടിക്കുമായിരുന്നല്ലോ. അതോടുകൂടി സ്വജനങ്ങൾ ഉപേക്ഷിച്ചു എന്നാണ് പറഞ്ഞതല്ലേ. അങ്ങനെ ഈ അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചാൽ വിരക്തനായി തീർന്നു എന്നാണ്. എൻ്റെ എന്നുള്ള വിചാരമില്ലാതെ ഏറ്റവും, അതായത് പ്രാജ്ഞൻ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അഭിമാനി എന്ന് പറഞ്ഞിട്ടുണ്ട്, അറിവുള്ളവൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, ബുദ്ധിമാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അഭിമാനം കൊണ്ട്, ഞാനെന്നും എൻ്റേതെന്നുള്ള അഭിമാനം കൊണ്ട് മൂഢബുദ്ധിയോട് കൂടിയവനെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കറിയാം വൈശ്യൻ്റെ അവസ്ഥ എന്താണെന്നറിയാം. എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയായിരുന്നു ഇവിടെ വൈശ്യൻ. ഇവിടെ വൈദിക ജ്ഞാനം കൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നവനെയും പ്രാജ്ഞൻ എന്നാണ് പറയുന്നത്. ഇവിടെ വൈശ്യൻ പ്രാർത്ഥിച്ചത് തൻ്റെ, അതായത് ഞാൻ എൻ്റെ എന്നുള്ള ആ തോന്നലില്ലാതെ ആവണം, എനിക്ക് വിരക്തി ഉണ്ടാകണം എന്നാണ് പ്രാർത്ഥിച്ചത്. അതാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ദേവി അരുളി ചെയ്തതിൻ്റെ ശേഷം മോക്ഷത്തെ ആഗ്രഹിക്കുന്നവനായി മാറി വൈശ്യൻ.
ആ വൈശ്യൻ വിരക്തനായിട്ട് മോക്ഷബുദ്ധിയെ പ്രാപിക്കുകയും ചെയ്തു എന്നാണ് എൻ്റെ അർത്ഥം. സുരഥ മഹാരാജാവ് സൈന്യത്തോടുകൂടി അടുത്ത ജന്മത്തിലും കൈവിട്ടു പോകാത്ത ഐശ്വര്യത്തോടുകൂടി ഈ കൂടിയവനായി തീർന്നു. അതുപോലെ വൈശ്യൻ വിരക്തനായി, ഒന്നും വേണ്ട എന്നുള്ള അവസ്ഥയിൽ അവന് മനസ്സിലായി ഈ സമ്പത്ത്, ധനം, ഐശ്വര്യം ഇതൊക്കെ നശിച്ചു പോകുന്നതാണെന്നും നശിച്ചു പോയാൽ ഇതുപോലെ ദുഃഖം ഉണ്ടാവുമെന്നും ആ ദുഃഖത്തിൽ നിന്ന് അതുകൊണ്ട് അവൻ വൈരാഗ്യ നിമിത്തം വിരക്തനായി തീർന്നു. അവന് ആഗ്രഹങ്ങളൊന്നുമില്ല, മോക്ഷം മാത്രം മതി എന്ന് വിചാരിച്ച് മോക്ഷത്തെ പ്രാപിച്ചു എന്നാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ശ്ലോകം നോക്കാം. ദേവിവാച, ദേവി തന്നെയാണ് പറയുന്നത്. സ്വൽപ്പൈരഹോഭർ നൃപതേ സ്വം രാജ്യം പ്രാപ്സ്യതേ ഭവാൻ ഹത്വാ രിപൂനസ്ഖലിതം തവ തത്ര ഭവിഷ്യതി.